നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. വിട്ടുപോയ ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. JDUവിനും RSPക്കും പുനഃപരിശോധന നടത്താം. CPI ആത്മപരിശോധന നടത്താൻ തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പരസ്യ പ്രസ്താവനകളിലൂടെ വിവാദമുണ്ടാക്കുന്നത് മുന്നണി രീതിയല്ല. വിവാദങ്ങൾ മുന്നണി ബന്ധം വഷളാക്കും. വിശാല ഇടതൈക്യം മുൻനിർത്തിയാണ് CPIM പ്രതികരിക്കാത്തതെന്നും കോടിയേരി പറഞ്ഞു. അല്ല, ഇവിടുന്ന് കുറെ പേര് പോയവരെ വരാന്തേ കിടക്കുകയാണല്ലോ. UDF വിട്ട് കുറെ ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ അവരിപ്പോഴും പുറമ്പോക്കി കിടക്കുകയാണ്. അവരെ മുന്നണിക്കകത്തോട് കയറ്റിയിട്ട് വേണം മറ്റുള്ള ആളുകളെ ക്ഷണിക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കൂടി അന്ന് കുറെ ആളുകളെ UDFൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് പോയല്ലോ, ചില കക്ഷികളെ. അവരൊക്കെ എപ്പോഴും പുറമ്പോക്കി കിടക്കുകയാണ്. സ്ഥലം അങ്ങോട്ട് കയറാൻ അനുവാദം കിട്ടിയിട്ടില്ല. ആദ്യം അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ, എന്നിട്ടാണ് പിന്നെ പുതിയതായിട്ട് വരുന്നവരെ പറ്റി തീരുമാനിക്കുന്നത്. ഏതായാലും UDFൽ നിന്ന് ഒരു കക്ഷി എങ്ങും വിട്ടുപോകുന്നില്ല. UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. ഒരു സർക്കാരും സ്വയം ഗ്രാഫ് താഴ്ത്താൻ ശ്രമിക്കരുതെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. സ്വയം ഗ്രാഫ് താഴ്ത്താൻ വേണ്ടി ഒരു ഗവൺമെന്റും ശ്രമിക്കാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വന്നു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സുതാര്യമായ പ്രവർത്തനങ്ങളിൽ കൂടി ജനങ്ങളുടെ അംഗീകാരം നേടാനും ജനങ്ങളുടെ മുൻപിൽ വളരെ മതിപ്പോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുമാണ് ഒരു ഗവൺമെന്റ് എപ്പോഴും ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ വർഗീസ് ജോർജ് തുടങ്ങിയവർ വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ഡോക്ടർ വർഗീസ് ജോർജ്, LDFൽ നിന്ന് വിട്ടുവന്ന കക്ഷികൾ, അതായത് RSPയെയും JDUവിനെയുമാണ് കോടിയേരി ഉദ്ദേശിക്കുന്നുണ്ടാവുക. മുൻ അഭിമുഖങ്ങളിലും കോടിയേരി ബാലകൃഷ്ണൻ ഈ ആവശ്യം തുടരെ പറഞ്ഞിരുന്നു. എന്തായാലും JDU ഇനി ഉണ്ടാകില്ല എന്നും ഒരു പ്രാദേശിക കക്ഷി മതി, ദേശീയ പരീക്ഷണങ്ങൾ അവസാനിച്ചു എന്നും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഒരു പുതിയ കക്ഷി വരികയാണ് എങ്കിൽ, ഒരു പുതിയ പ്രാദേശിക കക്ഷി വരികയാണ് എങ്കിൽ മുന്നണി സാധ്യത ഓപ്പൺ ആക്കിയിടുമോ? നികേഷ്, ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ന്യൂസ് ചാനലുമായുള്ള ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് അതിന് അടിയന്തര സ്വഭാവമൊന്നുമില്ല. എന്നാൽ പക്ഷേ അത് ഇപ്പോൾ നികേഷ് ഉന്നയിച്ച പോലെ അതിനൊരു അക്കാഡമിക് സ്വഭാവവും ഒരു സംവാദത്തിനുള്ള സാധ്യതയും ഉണ്ട്. അത് മാത്രമേ ഞാനിപ്പം പറയുന്നു. ഒന്നാമതായി, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം വളരെ അയവുള്ളതാണ്. ഈയിടെ മിസസ് മീരാകുമാർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ശ്രീ പിണറായി വിജയനും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടി ഒരുമിച്ചാണ് ഇരുന്നത്. LDFന്റെ UDFന്റെ MLAമാർ ഒരുമിച്ചാണ് അവരെ സ്വീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുമിച്ചാണ് മത്സരിച്ചത്. എന്തിനു പറയുന്നു, കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മലപ്പുറത്തെ 25 പഞ്ചായത്തുകൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. ഇപ്പോഴും കൊണ്ടോട്ടി നഗരസഭ അവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നികേഷ്, പഴയതുപോലെ നിയതമായ ഒരു മുന്നണിക്കപ്പുറത്ത് വളരെ അയവുള്ള ഒരു മുന്നണി രാഷ്ട്രീയമാണ് കാണുന്നത്. രണ്ടാമത് നികേഷ്, ആദ്യം ചോദിച്ച ചോദ്യത്തിനൊരു മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, അതൊരു തീരുമാനമായിട്ടോ സാധ്യതയായിട്ടോ പോലും വ്യാഖ്യാനിക്കരുത്. എപ്പോഴൊക്കെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് കേന്ദ്ര പാർട്ടി തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ അന്നേരം അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീമതി ഗാന്ധിയുമായി യോജിച്ചു പോകാൻ കഴിയാതെ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് വിഭാഗം ശ്രീ ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് കോൺഗ്രസ് യുവായും ആദ്യം പിന്നീട് കോൺഗ്രസ് എസ് ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുകയും അവർ CPIയുമായി സഖ്യം ചേർന്ന് മത്സരിക്കുകയും PC ചാക്കോ, അരിയാട് മുഹമ്മദ്, വക്കം പുരുഷോത്തമൻ, ഷൺമുഖദാസ് എന്നീ 4 പേർ നായനാർ മന്ത്രിസഭയിൽ അംഗങ്ങളാകുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു ഉദാഹരണം, K കരുണാകരന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അവഗണന തോന്നിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുകയും DIC എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുകയും
പഞ്ചായത്ത് ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കേരളത്തിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കേന്ദ്ര പാർട്ടികളിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ രാഷ്ട്രീയ ഘടകങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം JDU ഇപ്പോൾ എടുത്ത നിലപാടിനെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ മീരാകുമാറിനാണ് വോട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഞങ്ങൾ ഉടനെ ഇടതു മുന്നണിയിലേക്ക് പോകുമെന്നോ UDF വിടുമെന്നോ അല്ല. പക്ഷേ നികേഷ് ഏറ്റവും ഒടുവിൽ ചോദിച്ച വാചകം ഉണ്ടല്ലോ, ഓപ്ഷൻസ്, അത് ഒരിക്കലും അടച്ചിടുകയില്ല. കാരണം ഓപ്ഷൻസ് ഒരു രാഷ്ട്രീയ പാർട്ടി അടച്ചിട്ടാൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് ഒരു സംവാദത്തിനോ ഒരു മറ്റവസരങ്ങൾക്കോ സാധ്യതയില്ല. അതുകൊണ്ട് സെൻസിബിളായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓപ്ഷൻസ് അടച്ചിടുകയില്ല. ഞങ്ങളിപ്പോൾ UDFൽ നിൽക്കുന്നു, അവർ ഞങ്ങളെ മാന്യമായിട്ട് സ്വീകരിച്ചു, അന്തസ്സോടെ ഞങ്ങളോട് പെരുമാറി. ഞങ്ങളിപ്പോൾ UDFലാണ്. ശരിയാണ്. മുന്നണി സംബന്ധിച്ച് ഓപ്ഷൻ ഇപ്പോഴും തുറന്നിടുന്നു എന്നുള്ള താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇനി JDU എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, ഞങ്ങളൊരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുകയാണോ ഡോക്ടർ വർഗീസ് ജോർജ് താങ്കൾ? നികേഷ്, അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അന്ന് നാഷണൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരള ഘടകത്തിൽ ഞങ്ങൾക്കതൊരു പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എങ്ങനെ മുന്നോട്ട് പോകും. അവര് ഉദാഹരണത്തിന് NDAയിലേക്കുള്ള യാത്രയാണെങ്കിൽ നമുക്ക് പിന്നെ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ 23-ാം തീയതി ഡൽഹിയിൽ നിതീഷ് ദേശീയ എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ നിതീഷും തമ്മിൽ അതിനു മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഏതായാലും ഡൽഹിയിലെ നാഷണൽ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഇതാ, MV ശ്രേയാംസ് കുമാർ പോലും പറയുന്നത് JDUവിന് അംഗങ്ങൾ പാർലമെന്റിലും നിയമസഭയിലും അംഗങ്ങൾ ഇല്ലാതാകാനുള്ള കാരണം കോൺഗ്രസ് ആണ്. കൽപ്പറ്റയിൽ കോൺഗ്രസ് വോട്ട് മറിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ചാലും JDU ജയിക്കില്ല. പാർട്ടി ജയിച്ചാൽ JDUവിൻ്റെ സ്ഥിരം മണ്ഡലമായി വടകര മാറും എന്നതിനാലാണ് കോൺഗ്രസ് ഇത്തവണ തോൽപ്പിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ തോൽപ്പിക്കുക. നിതീഷ്, ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു മുന്നണി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ അടച്ചാക്ഷേപിക്കില്ല. പക്ഷെ ഞങ്ങൾ ഈ ഇലക്ഷന് ശേഷം നടന്ന ആദ്യത്തെ UDF യോഗത്തിൽ തന്നെ പറഞ്ഞാണ് നമ്മൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ട കാരണങ്ങളൊന്ന് വിലയിരുത്തണം. ഇപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 91 സീറ്റ് കിട്ടിയിട്ടും LDF അവര് 3 സീറ്റിൽ എന്തുകൊണ്ട് വാമനപുരം ഉൾപ്പെടെ തോറ്റു എന്നതിനെ കുറിച്ച് അവർ അന്വേഷണ കമ്മീഷനെ വെക്കുകയും അവർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിദയനീയമായ ഒരു പരാജയം. കേവലം 39% വോട്ടിലേക്കാണ് UDF വന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 46% വോട്ടുണ്ടായിരുന്നു. ആ 39% വോട്ട് വന്നപ്പോൾ എവിടെയാണ് നമുക്ക് പാളിച്ചു പറ്റിയത്, ഘടകകക്ഷികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആദ്യത്തെ UDF മീറ്റിംഗ് പറഞ്ഞ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. തിരുവല്ലയിൽ എങ്ങനെയാണ് തോറ്റത്? നിൽക്കൂ, അതിന്റെ വിശകലനമല്ല ഇപ്പോൾ. ഡോക്ടർ വർഗീസ് ജോർജ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് JDUവിനെയും MP വീരേന്ദ്രകുമാറിനെയും തന്നെയാണോ? അല്ല, അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രത്യേകിച്ച് ഉദ്ദേശം വെച്ചുകൊണ്ടല്ല. പൊതുവായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ 21-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും അതിനു മുമ്പ് നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോഴും ഒക്കെ എടുത്തിട്ടൊരു നിലപാട്. അതിൽ നയപരമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ BJPയോട് എടുക്കുന്ന സമീപനം, കോൺഗ്രസിനോട് എടുക്കുന്ന സമീപനം, വർഗീയതയോട് എടുക്കുന്ന നിലപാട്, അഴിമതിക്കെതിരായിട്ട് ഉറച്ചു നിൽക്കുന്ന സമീപനം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനം, ഇതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന നിലപാടിലേക്ക് വരുമ്പോഴാണ് ഏത് പാർട്ടിയായാലും ആ പാർട്ടിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിപുലീകരിക്കാനാവുക. ആ വിപുലീകരിക്കേണ്ടുന്നതിൻ്റെ അജണ്ട ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. അത് തുടർച്ചയായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം സംബന്ധിച്ച് ഒരു അജണ്ട വെച്ച് പ്ലാൻ ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആരെയെങ്കിലും ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുകയോ അതിനടിസ്ഥാനപ്പെടുത്തി നിലപാടുകളിലേക്ക് മാറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ കാര്യം
കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും സാധുവായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF ഇപ്പോഴും RSPക്കും JDUവിനും വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ JDUവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക കക്ഷിയാക്കാനുള്ള നീക്കത്തിലാണവർ. അല്പം മുമ്പ് ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ NDAയിലേക്കുള്ള യാത്രയിലാണ് നിതീഷ് കുമാർ എങ്കിൽ ഞങ്ങൾക്കവിടെ നിൽക്കാനാകില്ല. പ്രാദേശിക കക്ഷിയാവുക എന്നുള്ള ഒരൊറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് ഒരിക്കലും ഞങ്ങൾ അടച്ചിടുകയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും UDF ഒന്ന് വിറക്കണ്ടേ, ഒന്ന് പരിഭ്രമിക്കണ്ടേ? UDFന് ഈ കാര്യത്തിൽ യാതൊരു പരിഭ്രമവും ഇല്ല. നമ്മളിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചാനലിൽ അനുവദിച്ച അഭിമുഖത്തെ തുടർന്നാണ് ഇന്ന് ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇന്ന് ശ്രീ പ്രകാശ് ബാബു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഈ മുന്നണി ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. സുതാര്യമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ, ജനപക്ഷ രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അടുക്കാനാകാത്ത വിധം അവരാകുകയും വേർപിരിയേണ്ടി വരികയും ചെയ്യും. 1969 ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വീണ്ടും സംജാതമാകാൻ സാഹചര്യമുണ്ട്. അപ്പോൾ വെടക്കാക്കി തനിക്കാക്കുക എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ഭീഷണിപ്പെടുത്താൻ, ഇപ്പം നിലവിലുള്ള മുന്നണി ഒന്ന് വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരൊന്ന് ഭയന്നു എന്ന് വരാം. അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇൻ്റർവ്യൂ കൊണ്ട് യാതൊരു വിറയിലുമില്ല, ഒരു ഭയപ്പാടുമില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഓപ്ഷന് വേണ്ടി ഒന്നും തുറന്നിടാനില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ല, കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല. കാരണം ഞങ്ങളാണ് ഈ രണ്ട് മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നു, കോൺഗ്രസ് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങൾ ഒരു ഓപ്ഷന് വേണ്ടി എവിടെ പോകാനാ? ഞങ്ങൾ നിൽക്കുന്ന പല ആളുകൾക്കും പല ഓപ്ഷനുകളുണ്ട്, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പലരും പൊഴിഞ്ഞു പോയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് പലരും വന്നു കയറിയിട്ടുമുണ്ട്. മുന്നണിയിലെയും സംവിധാനം അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കറിയാം, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വർഷമായപ്പോൾ വളരെ കൂടുതലായിരിക്കുന്നു. ഇനി ഓരോ വർഷം കഴിയുന്തോറും അത് വർദ്ധിക്കും. മാത്രമല്ല, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരാൻ. ബംഗാളിലെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് ജനവിരുദ്ധ സമീപനങ്ങളിലൂടെ. അതുകൊണ്ട് UDF അധികാരത്തിലേക്ക് മടങ്ങി വരും എന്നാഗ്രഹിക്കുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഇത് വിട്ടുപോകേണ്ട കാര്യമില്ല, വിട്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കില്ല. അതേസമയം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ള ആവശ്യം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ BJPയുമായി ചേർന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു ഐക്യമുണ്ടാക്കിയപ്പോൾ അത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പായിട്ട് പോലും ആ ഐക്യത്തെ ഉൾക്കൊള്ളാനാവാതെ ജനതാദൾ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ തീരുമാനിച്ചത്. പണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയും പിന്നീട് വീണ്ടും ദേശീയ പാർട്ടിയുമായി ഒരു ബാന്ധവം ഉണ്ടാക്കുകയും ചെയ്ത ശ്രീ ജനതാദൾ എന്നും ഒരു ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടുള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ മീരാകുമാറിനെ സഹായിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഈ വികാരം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിശക്തമാകാൻ പോവുകയാണ്. കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ മതേതര ശക്തികളെയും BJPക്കെതിരെ അണിനിരത്താൻ ഏതറ്റം വരെ പോകാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായി ജനതാദളൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഒരിക്കലും അവർക്ക് വേറിട്ടൊരു ചിന്ത ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ, CPIയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിൽ 19 സീറ്റിലും വിജയം നേടിയ CPI ഇന്ന് നിയമസഭയിലെ മൂന്നാമത്തെ കക്ഷിയാണ്. CPI ഇല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമില്ല. അപ്പോഴാണ്
തങ്ങൾ മുന്നണി വിപുലീകരണത്തിലൂടെ അത് RSPയെയും JDUവിനെ അല്ല, യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള ഗ്രൂപ്പുകൾ UDFുമായി ഇടഞ്ഞു നിൽക്കുന്നുണ്ട്, അവരെ കൂട്ടി ഭരണം നിലനിർത്തും എന്നാണ് യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. CPIഎമ്മിൻ്റെയും CPIയുടെയും ദേശീയ രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലും കേരള രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് പരസ്പരം ബന്ധിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാതലായിട്ടുള്ള കാര്യം ഇടതുപക്ഷ ഐക്യമാണ്. ഇടതുപക്ഷ ഐക്യം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPIഎമ്മും CPIയും ചേർന്നുള്ള ഐക്യമാണ്. ആ ഐക്യത്തിൻ്റെ ചുറ്റുവട്ടത്തിലാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് CPIയെ ഒഴിവാക്കി മറ്റൊരു പാർട്ടികളെ ചേർത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളെ ചേർത്ത് മുന്നണി വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളതെല്ലാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിതാന്ത ജാഗ്രതയോടുകൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ മുന്നോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റിനെ ഏതെല്ലാം തരത്തിലുള്ള അപവാദ പ്രചാരവേല കൊണ്ടും അതിനെ തളക്കുന്നതിന് വേണ്ടിയോ അതിൻ്റെ മുന്നോട്ടേക്കുള്ള ഗതിയെ തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയോ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെല്ലാം പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് റൗണ്ടുകളായിട്ട് നടന്നിട്ടുള്ള നിരവധി പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇലക്ഷന് ശേഷമുള്ളൊരു ചിത്രമാണ്. ഇനിയും നമുക്ക് ആ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കും. ഈ മുന്നേറ്റം മാത്രമല്ല, ഇതിനേക്കാൾ വലിയൊരു കുതിപ്പ് കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ള മിഷനുകൾ ഓരോന്നും പശ്ചാത്തല സൗകര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാഴ്ചപ്പാടും എല്ലാം ചേർത്തുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2019 എന്താണ് സ്ഥിതി? 2019 മോദി വേഴ്സസ് അതേഴ്സ് എന്ന സ്ഥിതിയാണ്. അതിനുള്ള തുടക്കമായിരുന്നല്ലോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ കുറിക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ടി നേതാവ് തന്നെയായ നിതീഷ് കുമാർ ശ്രമിച്ചത്. പിന്നീട് നിതീഷ് കുമാർ തന്നെ അതിൽ നിന്ന് പിന്നോക്കം പോയത്. ഇനി നിതീഷ് കുമാർ ഇല്ലെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ അഡ്ജസ്റ്റ്മെൻ്റാണ് വരാൻ പോകുന്നത്. അത് കർണാടകത്തിലായാലും ഗുജറാത്തിലായാലും ഹിമാചൽ പ്രദേശിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കാണും. അതിൻ്റെ ഫൈനൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയാണ്, ഇവിടെ മതേതരവാദികൾ പറയാറുള്ളത് ഇടതുപക്ഷമാണ് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ്. എന്നാൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു സഖ്യം എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ ഈ JDUവിൽ ചേർന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കണം എന്ന ചിന്തകളിൽ ഒരുപക്ഷെ LDF എന്ന വാദം ഉയരുമ്പോൾ നിങ്ങളത് സെൻട്രൽ ലീഡർഷിപ്പിനെ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ബീഹാറിൽ കോൺഗ്രസിനോടൊപ്പമാണ്, കോൺഗ്രസ് ഇല്ലാതെ ഒരു മതേതര സഖ്യം സാധ്യമല്ലാത്ത സ്ഥിതിയാണ്, അതുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ട. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFിനോടൊപ്പം നിന്നു. സമാനമായ വിധത്തിൽ മതേതരത്വം ഈ കഴിഞ്ഞ ദിവസം CPIയുമായി വേദി പങ്കിട്ടപ്പോൾ കറകളഞ്ഞ മതേതരവാദി എന്ന് CPI തന്നെ MP വീരേന്ദ്രകുമാറിനെ വിശേഷിപ്പിച്ചു. അപ്പോൾ ആ നിലയിൽ മതേതരത്വമാണ് പ്ലാറ്റ്ഫോം എങ്കിൽ കോൺഗ്രസ് വേണോ ഇടതുപക്ഷം വേണോ എന്നത് സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം പാർട്ടിക്ക് ഉണ്ടാകാനിടയില്ലേ? ഇല്ല, അതിലൊരു വൈരുദ്ധ്യമില്ല. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. ഗൗതം മാസ്റ്റർ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് രൂപപ്പെടുന്നത്. കാരണം ജനതാ പ്രസ്ഥാനങ്ങൾ പല സ്റ്റേറ്റുകളിൽ 4 സ്റ്റേറ്റ് മാത്രമായിട്ട് പരിമിതപ്പെട്ടു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 സ്റ്റേറ്റ് മാത്രമായിട്ട് പരിമിതപ്പെട്ടു. ബാക്കി കർണാടകത്തിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും പഞ്ചാബിലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന് തന്നെയായിരിക്കും സ്വാഭാവികമായ നേതൃത്വം. പക്ഷെ കേരളത്തിൽ അത് പലപ്പോഴും പല വൈരുദ്ധ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നികേഷ് LDF തന്നെ എടുക്കുക. LDF UDF എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നണികൾ മാത്രമാണ്. ഉദാഹരണത്തിന് LDFിലുള്ള NCP എന്ന പാർട്ടി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയോടൊപ്പവും കേന്ദ്രത്തിൽ UPയോടൊപ്പവും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനോടൊപ്പവും കേരളത്തിൽ LDFിനോടൊപ്പവും. JDSന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. കഴിഞ്ഞ കർണാടക കോർപ്പറേഷൻ കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് അവർ BJPക്കാണ് വോട്ട് ചെയ്തത്. UDFിന്റെ കാര്യം എടുത്താൽ പശ്ചിമ ബംഗാളിലെ LDFിന്റെ ഭാഗമായ ഫോർവേഡ് ബ്ലോക്ക് എന്ന് കേരളത്തിൽ UDFിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നായ CMP എന്ന് UDFിലാണ്. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ LDFിലാണെങ്കിൽ ഇവിടെ UDFിലാണ്. അതുകൊണ്ട് കേരളത്തിലെ മുന്നണികൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നണികൾ മാത്രമാണ്. അതിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഈ വൈരുദ്ധ്യങ്ങൾ അത് എപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അത് ഈ ചാനലിൽ ഇരിക്കുന്നവരും സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവരും മനസ്സിലാക്കണം. 1952 പാർലമെന്റിലേക്ക് ഇലക്ഷൻ ആരംഭിച്ചത് പിന്നെ ഞങ്ങൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതിരുന്നിട്ടില്ല. 1956 സംസ്ഥാന നിയമസഭ ഉണ്ടായ പിന്നെ നിയമസഭയിൽ പ്രാതിനിധ്യം ഇരുന്നിട്ടില്ല. ഈ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കണം എത്രയോ തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. ഞങ്ങളുടെ പാർലമെന്റിൽ പരാജയപ്പെട്ടെന്നാണ്, നിയമസഭയിൽ പരാജയപ്പെട്ടെന്നാണ്. ശ്രീ സേവകുമാറിന്റെ ചോദ്യം മുമ്പേ നികേഷ് ചോദിച്ചല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ച് എവിടെയാണ് പാളിച്ച വന്നതെന്ന് കോൺഗ്രസ് ഒന്ന് പരിശോധിക്കുമോ? ഡോക്ടർ വർഗീസ് ജോർജ്, ആ വിഷയത്തിൽ നിന്ന് എന്തായാലും താങ്കൾ വിടാൻ തയ്യാറാകാത്തത് കൊണ്ട് ഞാനും വിടുന്നില്ല. അതായത് നേരത്തെ MV ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് കാരണമാണ് ഇന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നിയമസഭയിലും ലോക്സഭയിലും പ്രാതിനിധ്യമില്ലാതെ പോയത്. അത് ഒരു അനാലിസിസിന് വിധേയമാക്കേണ്ടതാണ്. അത് ലെഫ്റ്റിന്റെ കാര്യത്തിലും ഉണ്ട്. ഇപ്പൊ ലെഫ്റ്റ് നേരത്തെ 20 പാർലമെന്റ് സീറ്റിൽ CPM ഒരു 12-13 സീറ്റിൽ ഒരിക്കലും മത്സരിച്ചില്ല. പക്ഷെ ക്രമേണ അവർ വന്ന് മറ്റ് കക്ഷികളുടെ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുകയും അവർ ഏതാണ്ട് 16-17 സീറ്റ് മത്സരിക്കുന്ന രീതി വന്നപ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള പാർട്ടികൾക്ക് അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ മറ്റൊരു പാർട്ടി ഞങ്ങൾക്ക് സീറ്റ് തന്നില്ല. ലീഗ് ഞങ്ങൾക്കൊരു സീറ്റ് തന്നില്ല. കേരള കോൺഗ്രസ് M ഞങ്ങൾക്കൊരു സീറ്റ് തന്നില്ല. ഞങ്ങൾക്ക് സീറ്റുകൾ ആ മുന്നണി ചെന്നപ്പോൾ തന്നത് കോൺഗ്രസ് മാത്രമാണ്. അവർ 7 സീറ്റ് തന്നു, അവരുടെ പാർലമെന്റ് സീറ്റും തന്നു. പക്ഷെ ആ സീറ്റുകളിൽ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ പരാജയത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളൊന്ന് പരിശോധിക്കാൻ കഴിഞ്ഞ 3 വർഷമായി UDFിന് സാധിച്ചോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് 91 സീറ്റ് കിട്ടിയിട്ട് അവർ 3 സീറ്റ് പരാജയപ്പെട്ട് എന്താണെന്ന് കമ്മീഷനെ വെച്ചു. ഈ കേരളത്തിലെ എത്ര സീറ്റുകളാണ് UDF സ്വയം നഷ്ടപ്പെടുത്തിയത്? ഡോക്ടർ വർഗീസ് ജോർജ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ? അല്ലെങ്കിൽ കുറ്റബോധം എന്ന വാക്ക് ഉപേക്ഷിച്ചാൽ റിഗ്രറ്റ് ഉണ്ടോ, ഖേദമുണ്ടോ? അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രവേശം സംബന്ധിച്ച് കാര്യങ്ങൾ കുറേയൊക്കെ മുന്നോട്ട് പോയതാണല്ലോ. 7 സീറ്റ് തരാം എന്ന് LDF JDUവിനോട് വാഗ്ദാനം ചെയ്തതുമാണ്. ഞാൻ കേട്ട 7 സീറ്റുകളിൽ 7ലും LDF ആണ് ജയിച്ചത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടോ? ഞങ്ങളുടെ പാർട്ടി LDFുമായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. പക്ഷേ ഈ തരത്തിലുള്ള ചില രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പൊളിറ്റിക്സിൽ നിതീഷ് നമുക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ MLA ഇല്ലാത്തതുകൊണ്ട് ഒരു കൃഷിഭവനിലോ ഒരു ആശുപത്രി സമിതിയിലോ പോകാൻ പറ്റുന്നില്ല. ഒരു പാർലമെന്റ് അംഗം ഇല്ലാത്തതുകൊണ്ട് ഒരു സർവകക്ഷി സമ്മേളനത്തിൽ വിളിക്കപ്പെടുന്നില്ല. കേരളത്തിൽ ഇപ്പം ഞങ്ങളുടെ സ്നേഹിതൻ ശ്രീ സുരേഷ്, അവിടെ ശ്രീ CPIയുടെ സ്നേഹിതന്മാരിരിക്കുന്ന പോലെ തന്നെ അത്രയൊക്കെ തന്നെ സോഷ്യൽ ബേസ് ഉള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ പാർട്ടിക്ക് ഈ പാർലമെന്ററി പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ പാർലമെന്റിലും നിയമസഭയിലും പറയാൻ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ആവശ്യമാണ്.
അതാണ് ഞങ്ങളുടെ ഇഷ്യൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനോടുള്ള ഒരു പ്രതികരണം. നേരത്തെ MV ശ്രേയാംസ് കുമാർ പറഞ്ഞതാണ്, പാലക്കാട് വേണ്ട, ഞാൻ ഇനി അവിടെ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ JDU അവിടെ മത്സരിക്കുന്നില്ല എന്ന് MP വീരേന്ദ്രകുമാർ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആവശ്യം സോഷ്യലിസ്റ്റ് ബേസുള്ള ഏതെങ്കിലും ഒരു സീറ്റാണ്. കാണുന്നത് വടകരയാണ്. വടകര കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് സിറ്റിംഗ് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നില്ല എന്ന്. ഇനി അഥവാ വടകര കൊടുത്താൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് അവിടെ തോൽപ്പിച്ചില്ല, അവിടെ JDU സ്ഥാനാർത്ഥി ജയിക്കുകയാണ് എങ്കിൽ അത് JDUവിൻ്റെ സ്ഥിരം സീറ്റായി മാറും. അതുകൊണ്ട് അതിന് കോൺഗ്രസ്സുകാർ തയ്യാറാകില്ല എന്നുള്ളതാണ് പറയുന്നത്. പാർലമെൻ്ററി രാഷ്ട്രീയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാർലമെൻ്ററി രാഷ്ട്രീയം തുടങ്ങിയ അന്നു മുതൽ ഞങ്ങൾക്ക് നിയമസഭയിലും ലോക്സഭയിലും പ്രാതിനിധ്യമുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് കോൺഗ്രസ് കാരണമെന്ന്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അടിവലി തന്നെയാണ്. ഈ അടിവലി എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾക്ക് കൂടി അനുഭവമുള്ളതാണ്. ഒരു വ്യക്തിയെ, ഒരു പാർട്ടിയെ നിൽക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ. നികേഷ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വർഗീസ് ജോർജ് എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ സീനിയറായ ഒരു നേതാവാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ചർച്ച നമ്മൾ നടത്തുന്ന വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുറത്തറിയാവുന്ന പോലെ തന്നെ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ജനതാദളിന് അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങളിൽ അവർക്കുണ്ടായിരുന്ന മാനസികമായ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകാൻ കാലവിളംബമുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് പരസ്യമായ ഒരു ചാനൽ ചർച്ചയിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അസ്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ അവർക്ക് രാജ്യസഭയിൽ ഒരംഗം കൊടുത്തു. അപ്പോൾ എംപിമാരെ വിളിക്കുന്ന യോഗത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയാലും ഏത് മന്ത്രിമാരെ വിളിച്ചാലും വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിഹാരമാണെന്നല്ല ഞാൻ പറയുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോക്കുന്നതും ഒരു ശക്തിയുടെ, ഒരു പാർട്ടിയുടെ ശക്തി അളക്കുന്ന ഒരു അളവ് കോലല്ല. കാരണം അതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. ഇപ്പോൾ ഗോവിന്ദമാസ് തന്നെ പറഞ്ഞു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥലത്ത് അവർ ജയിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേണും അതുപോലെ പാർലമെൻറ്റ് വോട്ടിംഗ് പാറ്റേണും ഡിഫറൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് ഇനി കേരളത്തിൽ ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ അന്ന് നമുക്ക് ഈ മുന്നണിയോടുള്ള, ഈ ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ സമീപനം എന്താണെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് വർദ്ധിച്ചു. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വർദ്ധിച്ചു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നവർ വിലയിരുത്തിയിരുന്നെങ്കിൽ ഇത്തവണ അവർക്ക് കിട്ടിയ വോട്ട് പോരായിരുന്നു എന്നവർക്ക് പറയാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മുന്നണിക്കകത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുവർത്തിക്കേണ്ട രാഷ്ട്രീയപരമായ സമീപനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്നിവിടെ കൂടിയത്. ഒരു പുതിയ പൊളിറ്റിക്കൽ പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഒരു ഇൻ്റർവ്യൂവിനെ ഒരു പോളറൈസേഷൻ വരണമെങ്കിൽ അതിന് പൊളിറ്റിക്സ് എപ്പോഴും ടൈമിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാതലായ ഘടകം. ഇവിടെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2019 ഉള്ളൂ. അന്നൊരു പൊളിറ്റിക്കൽ പോളറൈസേഷനെ കുറിച്ച് അറിയിക്കുമെങ്കിൽ ഇവിടെ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവിടെയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് മത്സരം ഉണ്ടായിരുന്നത്. ഇപ്പൊ ബംഗാളിൽ അത് ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായി നിന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ഒന്നിക്കേണ്ടി വരും. അത് ഒരിക്കലും അവർക്കാവില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മുന്നണി സംവിധാനത്തെക്കുറിച്ച് പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ആലോചിക്കുന്നത്. കോൺഗ്രസിനെ എതിർത്തെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റൂ, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ. അതുകൊണ്ട് ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമേ കോൺഗ്രസുമായി ചേരുന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേശീയ തലത്തിൽ
കോൺഗ്രസുമായി ചേരാൻ അവർ തയ്യാറാണ്. ഈ അഭിപ്രായ മറ്റതിഥികളിലേക്ക് കൂടി ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നോട് ക്ഷമിക്കുക ദയവായി ഉത്തരം ഒന്ന് ചുരുക്കുക. ഞാനും ചോദ്യം പരമാവധി ചുരുക്കാൻ ശ്രമിക്കാം. NK പ്രേമചന്ദ്രൻ, കൊല്ലം MP, RSP നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ NK പ്രേമചന്ദ്രൻ, വിട്ടുപോയ ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി ഇടതു മുന്നണി വിപുലീകരിക്കും എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. JDU-വിനും RSPക്കും പുനഃപരിശോധന നടത്താം. ആവർത്തിച്ചുള്ള ഇൻവിറ്റേഷനാണ് ഇപ്പോൾ LDF-ൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. JDU-വിനും മാത്രമല്ല RSPക്കും. എന്തായിരിക്കും നിലപാട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത്തരമൊരു രാഷ്ട്രീയ പുനരാലോചനയ്ക്കുള്ള സാധ്യതകൾ അല്പം പോലുമില്ല. മാത്രവുമല്ല, ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതര ശക്തികളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തുടർന്നു പോവുകയാണെങ്കിൽ അത് കേരളത്തിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടതായിട്ട് വരും. BJP ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായി ദേശീയ തലത്തിൽ വന്നിട്ടുള്ള പുതിയ പശ്ചാത്തലത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ജനാധിപത്യ മതേതര ശാക്തിയെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മൗലികമായിട്ടുള്ള ദൗത്യമാണ്. അത് CPM-ന് നല്ലതുപോലെ അറിയാം, CPI-ക്ക് നല്ലതുപോലെ അറിയാം, എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും അറിയാം. ഇവിടെ ഒന്ന് ഇടപെടുകയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ശരിയാണ്, കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഇന്ന് സാധ്യമാവുക എങ്കിൽ തന്നെയും ഈ മതേതര ബദലിന് ഇടതുപക്ഷം പുറമേ നിന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ചേർന്ന് നിന്നുകൊണ്ടാണെങ്കിലും നല്ല സംഭാവനകൾ നൽകുന്നില്ലേ? നേരത്തെ അല്പം മുമ്പ് ഈ ചർച്ചയിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ JDU നേതാവ് ഡോക്ടർ വർഗീസ് ജോർജ് പറയുകയായിരുന്നു, ഞങ്ങൾ പാർലമെൻ്ററി രാഷ്ട്രീയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാർലമെൻ്ററി രാഷ്ട്രീയം തുടങ്ങിയ അന്നു മുതൽ നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്നു എന്ന്. കോൺഗ്രസ് മൂലമാണ്, MV ശ്രേയാംസ് കുമാർ പറയുന്നത്, കോൺഗ്രസ് മൂലമാണ് ഞങ്ങൾക്ക് നിയമസഭയിലും ലോക്സഭയിലും പ്രാതിനിധ്യമില്ലാതെ പോയത്, എല്ലാ സീറ്റുകളിലും തോൽപ്പിക്കുന്ന ഒരു സമീപനം. സമാനമായ വിധത്തിൽ JDU-വിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സീറ്റിലും ജയിക്കാനായില്ല. സമാനമായ വിധത്തിൽ തന്നെയല്ലേ RSP-യുടെയും പരാജയം? അതായത് എവിടെയും ജയിക്കില്ല എന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തുന്നത് പോലെ. അവിടെ കൊല്ലം ജില്ലയിൽ ഞങ്ങൾ മത്സരിച്ച പ്രധാനപ്പെട്ട 3 സീറ്റുകൾ കൊല്ലം ജില്ലയിലാണ്. ആ ജില്ലയിലെ 3 സീറ്റുകൾ ഉൾപ്പെടെ 11 സീറ്റുകളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടി ബോധപൂർവമായി മറ്റൊരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിലയിരുത്തലില്ല. പൊതുവായി വന്ന രാഷ്ട്രീയമായ ഒരു തരംഗം മാറ്റം അത് ഐക്യ ജനാധിപത്യ മുന്നണിയെ പൊതുവെ ബാധിച്ചു. അതിന്റെ പ്രതിഫലനങ്ങൾ RSP-യിലും ഉണ്ടായി എന്നുള്ളതല്ലാതെ ഞങ്ങൾ മത്സരിച്ച കൊല്ലം ജില്ല നിങ്ങൾക്കറിയാം, 11 സീറ്റിൽ 11 സീറ്റും സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് LDF ജയിച്ചത്. ചവറയും കരുനാഗപ്പള്ളി എന്നീ 2 നിയോജക മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള LDF-ന്റെ ഒരു വലിയ വേവായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രാഷ്ട്രീയ. ആ കാരണങ്ങളിലേക്കൊന്നും വിലയിരുത്താൻ ഞാൻ പ്രത്യേകിച്ചും കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ആ പൊതുവായി സംഭവിച്ച ഒരു പരാജയത്തിനപ്പുറത്തേക്ക് RSP-ക്ക് പ്രത്യേകമായ ഒരു പരാജയം സംഭവിച്ചു എന്ന് വിലയിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി ബോധപൂർവമായി ഞങ്ങളെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചു എന്നൊരു വിലയിരുത്തൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ദയവായി തുടരുക. NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ NP ചേക്കുട്ടി, ഈ ചർച്ചയിൽ നിന്ന് അരമണിക്കൂർ പിന്നിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, JDU മുന്നണി മാറ്റം ഇപ്പോഴും ആലോചിക്കുന്നു. RSP ഏറ്റവും കുറഞ്ഞത് NK പ്രേമചന്ദ്രൻ നേതൃത്വം നൽകുന്ന വിഭാഗമോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സുള്ള ആളുകളോ UDF വിട്ടു പോകാൻ തയ്യാറല്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഇനിയുള്ള വഴി എന്ന് ചിന്തിക്കുന്നവരാണ്. 2019 ഈ ഇടത് സ്വഭാവമുള്ള പാർട്ടികൾ, സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടികൾ വലിയ ധ്രുവീകരണം ഉണ്ടാകുമെന്നും ഇന്നത്തെ നിലയിലായിരിക്കില്ല മുന്നണി ബന്ധമെന്നും കരുതാമോ? എനിക്ക് തോന്നുന്നത് 2019 യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് നിൽക്കാനുള്ള സമീപനം ഇടതുപക്ഷം ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം കേരളം ഒഴിച്ച് വേറെ എവിടെയും അങ്ങനെയൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസ്തിത്വം അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ
മതേതര രാഷ്ട്രീയത്തിനാണ് ഇടതുപക്ഷം ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം കോൺഗ്രസുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയെയാണ് ആലോചിക്കേണ്ടത്. നേരെ മറിച്ച് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ അമിതമായിട്ടുള്ള ഊന്നൽ നൽകുകയാണെങ്കിൽ അത് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് BJP ആയിരിക്കും. ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു വലിയ പരിധിവരെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇവിടെയുള്ള പ്രാദേശിക സാഹചര്യങ്ങൾ കോൺഗ്രസും ഇടതുപക്ഷവും CPM തമ്മിലാണ് മുഖ്യ എതിരാളികൾ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ തരത്തിലൊരു ചർച്ച നടക്കുന്നത്. പക്ഷേ 2019 ആകുമ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെയേറെ മാറും. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്, വളരെയേറെ മാറിയിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായ രാഷ്ട്രീയ അറ്റാക്കുകളുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് പോലും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഇനി അധികകാലം പറയാൻ കഴിയില്ല. JDU പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അവർക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ വീരേന്ദ്രകുമാറിനും മകനും തോറ്റുപോയത് കൊണ്ടുള്ള വിരോധമാണ്. അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു നിലപാടല്ല JDU എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പോലും കോൺഗ്രസിനോട് യോജിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഒരു വിശാലമായ മുന്നണിയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടി വരിക. ആ തരത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതും. ഷെൻപി ചേക്കുട്ടി, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ BJPയെ ഇവിടെ വലിയ ഫോഴ്സാക്കും, മുഖ്യ പ്രതിപക്ഷമാക്കും എന്നൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കലായിരിക്കില്ലേ അത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും രണ്ടായിട്ട് കാണാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഇന്നുണ്ട്. ഇത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിലെ പരിമിതമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നേരിടുന്ന വളരെ ഗുരുതരമായ പ്രതിസന്ധികളെ ചുരുക്കി കാണാൻ കഴിയില്ല. അങ്ങനെ ചുരുക്കി കാണുന്നുണ്ടെങ്കിൽ അത് വളരെ ആപൽക്കരമായ സിറ്റുവേഷനാണ്. ആ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിക്കട്ടെ, പക്ഷേ 2019 കോൺഗ്രസിനോട് യോജിച്ചുകൊണ്ട് ദേശീയ തലത്തിലൊരു മുന്നണി ഉണ്ടായേ പറ്റൂ. സ്വാഭാവികമായിട്ടും കേരളത്തിനകത്തുള്ള മത്സരങ്ങൾ തുടരുകയും ചെയ്യും. അത് തുടരുമ്പോൾ പോലും ഇടതുപക്ഷം കോൺഗ്രസിനെ വീക്കൻ ചെയ്യുന്ന ഒരു പ്രവർത്തനവും നടത്തുന്നത് ശരിയല്ല. JDU വരുന്നുണ്ടെങ്കിൽ വരട്ടെ, പക്ഷേ കോൺഗ്രസിന്റെ മുന്നണിയും ദേശീയ തലത്തിൽ മതേതര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന തോന്നലോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് BJP വരും, BJPയെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാവും എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം കേരളത്തിന്റെ 20 സീറ്റിനപ്പുറം വളരെ വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയുടേത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് താല്പര്യമുള്ള സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സത്യൻ മൊകേരി, ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്, കോടിയേരി പറയുന്നത് ഇടതുപക്ഷത്തേക്ക് RSPക്കും JDUവിനും വരാം, അല്ലെങ്കിൽ മുന്നണി വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്, JDUവിനും RSPക്കും പുനഃപരിശോധന നടത്താം. അപ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് CPIയെ ഉന്നം വെച്ചുകൊണ്ടാണ്, CPIക്ക് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പോകുന്നെങ്കിൽ, നിങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന പാർട്ടിയാണല്ലോ ഇപ്പോൾ, അതാണ് ഇന്ന് കോടിയേരി പറഞ്ഞത്. കോടിയേരിയെ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്യാം: CPI ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. പരസ്യ പ്രസ്താവനയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മുന്നണി രീതിയല്ല, വിവാദങ്ങൾ മുന്നണി ബന്ധം വഷളാക്കും, വിശാല ഇടതൈക്യം മുൻനിർത്തിയാണ് CPM മിണ്ടാതിരിക്കുന്നത് തുടങ്ങിയവയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെയാണ് ലക്ഷ്യമെടുത്തത്. നിങ്ങൾ വലിയ കളി കളിച്ചാൽ നിങ്ങൾ മുന്നണി വിട്ടുപോവുകയാണെങ്കിലും മാണി ഗ്രൂപ്പ് അടക്കമുള്ള വിഭാഗങ്ങളെ കൂട്ടി CPMന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ഊന്നൽ കോടിയേരിയിലുള്ളതായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടോ? CPI എപ്പോഴും ആത്മപരിശോധന നടത്തുന്ന ഒരു പാർട്ടിയാണ് നിരന്തരമായിട്ട്. അത് പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. CPM ശരിയായ രീതിയിൽ ആത്മപരിശോധന നടത്തേണ്ട പാർട്ടിയാണ്. അങ്ങനെ ശരിയായ രീതിയിൽ ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് വളർന്നു വരുന്ന വർഗീയ ശക്തികളുടെ ഭീഷണിയെ തടയുക എന്നുള്ളതാണ്. അതിനനുസൃതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എവിടെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്? ആത്മപരിശോധന നടത്തേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ന് നിലവിലുള്ള തടസ്സങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കും. അതെന്താണ്? അങ്ങനെ എന്താണെന്ന് പരിശോധിച്ചാലേ പറയുള്ളൂ. അല്ല, ഇപ്പോ സമീപകാലത്ത് CPI എതിർത്ത് നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തേത് ശ്രീറാമന്റെ കാര്യത്തിൽ നിങ്ങളുടെ മന്ത്രി പോലും പറഞ്ഞത് അദ്ദേഹത്തിന് പ്രൊമോഷനാണ് നൽകുന്നത് എന്നാണ്. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെ
പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ ആ നിലയിലല്ല കാര്യങ്ങൾ പറയുന്നത്. ശ്രീരാമന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭരണപരമായ നടപടിയാണ്. ആ ഒരു ഉദ്യോഗസ്ഥൻ നടപ്പിൽ വരുത്തുന്നത് ഗവൺമെന്റിന്റെ നയങ്ങളാണ്. ആ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് സബ് കളക്ടർ നടത്തിയത്. അദ്ദേഹം 4 വർഷം കഴിഞ്ഞു, അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറി. ഇനി പുതിയ ആൾ അവിടെ വരും. അയാളുടെ പ്രവർത്തനത്തെ നമുക്ക് നോക്കിക്കാണാം. അല്ലല്ല, നിങ്ങൾ പറയുന്നത് CPM ആത്മപരിശോധന നടത്തണമെന്നാണ്. CPM എവിടെയൊക്കെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്? CPI CPM-നോട് സമീപകാലത്ത് വിയോജിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൂന്നാർ. ആ മൂന്നാർ വിഷയത്തിൽ CPM ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രം ജനയുഗം അതിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വരുന്നു. ആ നൂൽപ്പാലം പോലും മുറിച്ചു കളയാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആ നൂൽപ്പാലത്തിലുള്ള യാത്ര അതൊരു വലിയൊരു യാത്രയായിരിക്കുമല്ലോ, ഭയങ്കര അപകടം പിടിച്ചൊരു യാത്രയായിരിക്കുമല്ലോ. ആ അപകടം പിടിച്ചൊരു യാത്രയിൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CPM-നോട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എവിടെയൊക്കെയാണ് ആത്മപരിശോധന നടത്താനുള്ളത്? ഞാൻ കൃത്യമായി പറഞ്ഞു, CPI ആത്മപരിശോധന നടത്തുന്ന ഒരു പാർട്ടിയാണ്. നിരന്തരമായ ആത്മപരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ CPM-ഉം ആത്മപരിശോധന നടത്തിയാൽ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. സത്യമൊകേരി നടത്താം, ആത്മപരിശോധന നടത്താം. CPM ഏതൊക്കെ മേഖല എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇപ്പോൾ MV ഗോവിന്ദ മാഷെ കൊണ്ട് നടത്തിക്കാം. അതവർക്കറിയാം. പരിശോധന നടത്തേണ്ട മേഖല ഏതാണെന്ന് അവർക്കറിയാം. ഒന്ന്. മറ്റൊന്ന്, RSP JDUവിന്റെ വിഷയം. RSP JDUയുടെ വിഷയത്തിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് CK ചന്ദ്രപ്പനായിരുന്നു പാർട്ടി സെക്രട്ടറി. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ LDF വിട്ടുപോയിട്ടുള്ള പാർട്ടികൾ LDF-ലേക്ക് തിരികെ വരണം എന്ന് അന്ന് പറഞ്ഞതാണ്. LDF-നെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ LDF-ൽ നിന്ന് CK ചന്ദ്രപ്പനൊക്കെ ആ കാലഘട്ടത്തിൽ നല്ല ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ ആ നിലയിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ പാർട്ടികളുമായി നല്ല റാപ്പോ പുലർത്തിയിട്ടുള്ള LDF-ലെ നേതാവായിരുന്നു CK ചന്ദ്രപ്പൻ. CPI പൊതുവെ തന്നെയും. ഇവിടെ രമേശ് ചെന്നിത്തല കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു വാചകം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. നിങ്ങൾ നേരത്തെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും കുറച്ച് മുമ്പേയും ഒക്കെ മുന്നണിയിലെടുത്ത ചില കക്ഷികളുണ്ടല്ലോ, അവരൊക്കെ LDF-ന്റെ പുറമ്പോക്കിലാണുള്ളത്. INL ഉണ്ട്, CMP ഉണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്. ഇവരൊന്നും അകത്ത് കയറ്റിയിട്ടില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് JDU-വും RSP-യും നിങ്ങളെ സമീപിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയ പാർട്ടികൾ തിരികെ വരണമെന്ന് CPI നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പുതുതായി LDF-ലേക്ക് ആൾ എടുക്കുന്ന കാര്യം ഇന്നേ വരെ LDF ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ രണ്ട് കാര്യം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ശരി, ഈ പറയുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും CMP-യുടെയും INL-ന്റെയും ഒക്കെ കാര്യം, അതൊക്കെ 10-20 കൊല്ലമായ എങ്കിലും ഇതൊക്കെ തന്നെയും അവിടെ നിൽക്കട്ടെ. ബാക്കി, അതായത് നേരത്തെ വിട്ടുപോയ കക്ഷികൾക്ക് ഫ്രീ എൻട്രി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മാണി ഗ്രൂപ്പും ഒരു ഘട്ടത്തിൽ LDF-ൽ നിന്ന് വിട്ടുപോയതാണ്, അവർക്കും ഫ്രീ എൻട്രി ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, LDF-ൽ നിന്ന് വിട്ടുപോയ 2 പാർട്ടികളെ കുറിച്ചാണ് പാർട്ടി പറഞ്ഞത്. അതെങ്ങനെയാണ്? 3 പാർട്ടികൾ ഉണ്ടാവുമ്പോൾ 2 പാർട്ടികൾക്ക് മാത്രം ഒരു നയവും വേറൊരു പാർട്ടിക്ക് വേറൊരു നയവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സന്ദർഭത്തിൽ JDU RSP വിട്ടുപോയി. അവർ തിരികെ വരണം. ഇനി ഏതെങ്കിലും പാർട്ടികൾ പുറത്തുനിന്ന് വരണമെങ്കിൽ LDF ചർച്ച ചെയ്യണം. LDF ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പാർട്ടിയുടെ നിലപാട്. ശരി, ഞാൻ പറയുന്നത് ഇപ്പോൾ CMP-യുടെ കാര്യത്തിൽ, INL-ന്റെ കാര്യത്തിൽ, ജനാധിപത്യ കേരള കോൺഗ്രസ്, അതെല്ലാം പുതു എൻട്രീസ് ആണ്. അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. പക്ഷെ മാണി ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ അതല്ല. മാണി ഗ്രൂപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3 പതിറ്റാണ്ട് ഇങ്ങോട്ടേക്ക് എടുത്താൽ, ഒരു 3.5 പതിറ്റാണ്ട് ഇങ്ങോട്ടേക്ക് എടുത്താൽ LDF-ൽ നിന്ന് തന്നെ, മുന്നണി സംവിധാനത്തിൽ തന്നെ വിട്ടുപോയതാണ്. അപ്പോൾ പണ്ട് പോയവർക്ക് ഒന്നുകൂടി നടയടി അടിച്ചിട്ടേ കൊണ്ടുവരാൻ കഴിയൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ 1-2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പോയവർക്ക് നടയടി വേണ്ട എന്നാണ് തീരുമാനം. അതിനകത്ത് മാണിയുടെ കാര്യത്തിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങളും LDF ഏറ്റവും കൂടുതൽ ശക്തമായ സമരം നടത്തിയതും നിയമസഭ സ്തംഭിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ നടന്നതൊക്കെ മാണിയായി ബന്ധപ്പെട്ടാണല്ലോ. അത് അഴിമതിയുടെ പേരിലാണല്ലോ നടന്നിട്ടുള്ളത്. അതിപ്പോഴും കേരള സമൂഹത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുക. അത് CPI-ക്ക് മാത്രമാണ് തോന്നുന്നത്, CPM-ന് തോന്നുന്നില്ല. അതും കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ആത്മപരിശോധന നടത്തണമെന്ന് താങ്കൾ പറയുന്നത്. കോട്ടയത്ത് LDF-ന്റെ നയം അതാണ്. LDF നയത്തിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. LDF-നെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങൾ ആ നയത്തിനെതിരാണ്. കോട്ടയത്ത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. കോട്ടയത്ത് LDF ഇല്ലേ?
കോട്ടയത്തിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണല്ലോ, വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലാണ് ശ്രീരാമന്റെ കാര്യത്തിലും കോട്ടയത്തിന്റെ കാര്യത്തിലും ഒക്കെയാണ് നിങ്ങൾ ആത്മപരിശോധന നടത്താൻ CPM-നോട് ആവശ്യപ്പെടുന്നത്. ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, ആത്മപരിശോധന നടത്തുമോ CPIM? അല്ല, എനിക്കതിന് മുമ്പ് ചോദിച്ച കുറേ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. എനിക്ക് സമയം തരണം. ഇവിടെ എല്ലാവരും മിക്കവാറും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ BJP-യെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നണി വേണം എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാതെ വിശകലനം ചെയ്യാതെ വിശദീകരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ അഴിമതി, 2G സ്പെക്ട്രം, അതുപോലെ തന്നെ ഫ്ലാറ്റ് കുംഭകോണം, കൽക്കരിപ്പാടം, ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടി റുപ്യയുടെ അഴിമതി നടത്തിയിട്ടുള്ള, അത് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് BJP അധികാരത്തിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അഴിമതിക്ക് എതിരായ നിരന്തരമായ സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, ജനങ്ങളെ അണിനിരത്തി അതിനാവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. ആഗോളവൽക്കരണ നിലപാട്, രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട്, തൊഴിലാളികൾക്കെതിരായിട്ട്, അധ്വാനിക്കുന്ന ജനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന സമീപനമാണ്. എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും 10-18 കോടിയോളം വരുന്ന ആളുകളെ അണിനിരത്തി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, പണിമുടക്കുകൾ. യൂറോപ്പിലുള്ള ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ പണിമുടക്കിയിട്ടുണ്ട്. ആ പണിമുടക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ ഒന്നും പരിഗണിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനായിട്ടില്ല, ഇപ്പോഴും BJP-യുടെ ഗവൺമെൻറ്റിനുമായിട്ടില്ല. അതുകൊണ്ട് BJP തുടർന്നു വരുന്ന ആഗോളവൽക്കരണ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ കോൺഗ്രസിൻ്റെ ആഗോളവൽക്കരണത്തെ കൃത്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് BJP നിലനിൽക്കുകയാണ്. ആ BJP-ക്കാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വർഗീയത കൂടി കൈകാര്യം ചെയ്യുകയാണ്. മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനാധിപത്യ അവകാശങ്ങൾക്കു നേരെ, ഫെഡറൽ സംവിധാനത്തിനു നേരെ ഒക്കെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RSS എന്ന് പറയുന്ന ഞാനൊന്ന് ഇടപെടുകയാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ നേതൃത്വം നിങ്ങളും കൂടി ആഗ്രഹിക്കുന്നു. അതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മീരാകുമാർ എന്ന കോൺഗ്രസ്സുകാരിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നത് CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് ഇല്ലാതെ ഒരു മുന്നണി സാധ്യമല്ല, ഇന്ത്യയിലെ BJP-ക്കെതിരായ ബദൽ സാധ്യമല്ല എന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട പാർട്ടി CPIM ആയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. മുമ്പ് 1ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് തന്നെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. 1ാം UPA ഗവൺമെൻറ് അന്ന് BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി, BJP-യെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന നിലപാട് അംഗീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് വന്നപ്പോൾ അവരെടുത്ത നിലപാടുകൾ യഥാർത്ഥത്തിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ജനവിരുദ്ധമായ ആഗോളവൽക്കരണത്തെ പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്ത ഒരു സമീപനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള 2 ടേമിലുള്ള ഗവൺമെൻറ്റിനെ അവസാനം അവർക്ക് തകർക്കാനും BJP-ക്ക് സ്വന്തമായിട്ട് അധികാരത്തിൽ വരാനും പാർലമെൻറ്റിൽ സാധിക്കുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJP-യെയോ BJP-യെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോൺഗ്രസിനെയോ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഐഡന്റിറ്റി ഇടതുപക്ഷത്തിനുണ്ട്. എം വി ഗോവിന്ദ മാസ്റ്റർ, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. CPI ഇപ്പോൾ പറയുന്നത് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് CPM ആണ് എന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു മറുപടി ആ സീറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ശരി, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നേരത്തെ സത്യമുഖേരി പറയുന്നത് കേട്ടല്ലോ. CPM ആണ് ഇക്കാര്യത്തിലൊരു ആത്മപരിശോധന നടത്തേണ്ടത്. എന്തൊക്കെ വിഷയങ്ങളിലാണ്? ഇപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ അഴിമതി വിഷയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഴിമതിക്കാര്യത്തിൽ നിങ്ങളൊരു ബിംബമായി പ്രതിഷ്ഠിച്ചത് KM മാണിയാണ്. ഒരു 6 മാസം പോലും വേണ്ടി വന്നില്ല, അല്ലെങ്കിൽ 1 കൊല്ലം പോലും വേണ്ടി വന്നില്ല KM മാണിയുമായി കൂട്ടുകൂടാൻ. ഈ പറയുന്ന മൂന്നാറിൽ വലിയ തരത്തിലുള്ള കയ്യേറ്റം നടക്കുന്നതിനെ എതിർത്ത ഒരു ഡെപ്യൂട്ടി കളക്ടറുണ്ട്, ശ്രീരാമൻ. ആ ആളെ നീക്കം ചെയ്ത് അവിടെ കയ്യേറ്റക്കാരുടെ സ്വർഗ്ഗഭൂമിയാക്കി മാറ്റുന്നതും CPM ആണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് CPI പ്രതിപാദിക്കുന്ന. അല്ല, CPI പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളും CPIയും തമ്മിൽ ചർച്ച ചെയ്തോളാം.
അങ്ങനെ പരിശോധിക്കാൻ പറ്റും. പിന്നെ സത്യമൊകേരി പറയുന്ന പോലെ ആത്മപരിശോധന നടത്തുന്ന പാർട്ടിയാണ് CPI എന്ന് പൊതുവായിട്ട് പറയുകയുണ്ടായി. ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ടും ഓരോ ചെയ്തികളെ സംബന്ധിച്ചും നിലപാടുകളെ സംബന്ധിച്ചും പരിശോധിക്കുന്ന പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയുടെ നിലപാട് തുടർന്ന് മുമ്പോട്ടേക്ക് പോകും, അതിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ടിയില്ല. എന്നാൽ കോൺഗ്രസിനെ ചേർത്തുകൊണ്ട് BJPയെ എതിർക്കുക, BJPയെ ചേർത്തുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ CPIM തയ്യാറില്ല. കോൺഗ്രസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJPയെ പരാജയപ്പെടുത്താനാവില്ല. ഏത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്നത്? തമിഴ്നാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ, മഹാരാഷ്ട്രയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ, മധ്യപ്രദേശിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ, അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോൺഗ്രസിനെ ഉപയോഗിച്ചിട്ട് BJPയെ തകർക്കാൻ കഴിയുമെന്ന് പറയുന്നത്? വെറുതെ പറയുക മാത്രമാണ്. പറയാൻ പറ്റാവുന്നൊരു തരക്കേടില്ലാത്തൊരു മുദ്രാവാക്യത്തിന്റെ അപ്പുറത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമല്ലത്. അതുകൊണ്ട് അവസരം ഇവിടെ കോൺഗ്രസ് ഒരു വലിയ ഫോഴ്സ് ആണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിനെ പോലും ഇന്ത്യയിൽ BJPയെ എതിരിടാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എല്ലാവരും ഒത്തൊരുമിച്ച് പിടിക്കുക. ഒരുപക്ഷെ 404-ൽ നിന്ന് 44 ചുരുങ്ങുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് 2014 മാറിയിട്ടുണ്ടെങ്കിൽ 2019 കൂടുതൽ പുരോഗതിയൊന്നും കാണിക്കാവുന്ന നിലയിൽ നിങ്ങൾ വളരുകയോ കൂടുതൽ വികാസം പ്രാപിക്കുകയോ ചെയ്തതായി ആരും കാണുന്നില്ല, എവിടെയും തെളിവുകളുമില്ല. അല്ല, അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ശക്തി തീരുമാനിക്കാൻ ആർക്കുമാവില്ല. 35 വർഷക്കാലം നിരന്തരമായി ഭരിച്ച ബംഗാളിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് ഒരു തെരഞ്ഞെടുപ്പിലും കിട്ടുന്നില്ല. 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി പറഞ്ഞു പോയാൽ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒറ്റ വരി പറയാം. ഇന്ന് നമ്മൾ സൈബർ യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇൻ്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്, കാളവണ്ടി യുഗത്തിലല്ല. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം കൊണ്ടാണ് ഈ രാജ്യം ഇവിടെ എത്തിച്ചേർന്നത്. കട്ടൻ ചായയിലും പരിപ്പോടയിലും നിന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്നൊരു നക്ഷത്ര സംസ്കാരത്തിലേക്ക് ഉയർന്നത് തന്നെ ഈ ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും പിന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ പണ്ടും കട്ടൻ ചായയും പരിപ്പോടയായിട്ട് ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ കഴിയേണ്ടി വന്നേനെ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ 5 വർഷക്കാലം ഞങ്ങളെ പിന്തുണച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ ഔദാര്യമില്ലാതെ അധികാരത്തിൽ വരുത്തില്ലെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാസ്റ്ററെ, നിങ്ങളുടെ ഒരു ഔദാര്യവും ഇല്ലാതെ വീണ്ടും ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങി വന്ന് വീണ്ടും 5 വർഷം ഇന്ത്യ ഭരിച്ചവർ. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും ഈ വെല്ലുവിളി കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. അതല്ല ഇവിടെ പ്രശ്നം. നിങ്ങളുമായി ഒരു വഴക്കിട്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ ഞാനില്ല. കാരണം നിങ്ങളും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു മതേതരത്വ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ന് BJP എന്ന് പറയുന്ന വെല്ലുവിളിയെ നേരിടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അങ്ങ് പറയുന്ന പലതും ഞാൻ വിഴുങ്ങുന്നത്. ഇവിടെ ഇപ്പൊ ഈ 2 നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. 2 പേരും എന്താ പറഞ്ഞത്? CPA പറഞ്ഞു RSPയെയും ജനതാദളിനെയും ഞങ്ങൾ മുന്നണിയിലേക്ക് കൊല്ലം സമ്മേളനത്തിൽ ക്ഷണിച്ചു. സത്യമാ? എന്താ കാര്യം? ഈ 2 പാർട്ടികളും മുന്നണി വിട്ടുപോയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യം കൊണ്ടാണ്, ധിക്കാരം കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായി അവരെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ അവരൊരു ശ്രമം നടത്തി. അന്ന് ഇവർ അനുവദിച്ചില്ല. ഇപ്പോ ഇവരൊരു ശ്രമം നടത്തുന്നു. അവർക്കതിൽ വിരോധമില്ല. കാര്യം എന്താ? ഇപ്പോ ഇവര് ഈ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുക. ഇവരെ വിളിക്കുന്നു, മാണി വിളിക്കുന്നു എന്ന വ്യാജേന ഇവരുടെ നോട്ടം കെ എം മാണിയില്ല. അത് CPIക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പഴയവരെ മടക്കി കൊണ്ടുവരുന്നതിൽ യാതൊരു വിരോധമില്ല. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ശ്രീ എം ഗോവിന്ദൻ മാസ്റ്റർ 1-2 വാചകത്തിൽ മറുപടി. അതായത് കെ എം മാണിയെ ഇതേപോലെ RSPയെയും JDUവിനെയും പ്രവേശിപ്പിക്കുന്നത് പോലെ നേരിട്ടുള്ള ഒരു പ്രവേശനം കെ എം മാണിക്കുമുണ്ടോ? അല്ല, ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ട് ആദ്യത്തെ എൻ്റെ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടുകളുടെയും നയത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ ജനാധിപത്യ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്.
സത്യൻ മൊകേരിയും ആ നിലപാട് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ആ സമീപനത്തിന് വ്യത്യസ്തമായ ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ജെഡിയുവിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ MP വീരേന്ദ്രകുമാറിനെ അദ്ദേഹത്തിന് അസുഖമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് RSP ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് NK പ്രേമചന്ദ്രന്റെ വാക്കുകളിലൂടെ താങ്കൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, താങ്കളായിരുന്നു കൊല്ലത്ത് ചാർജുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർ. NK പ്രേമചന്ദ്രൻ മാത്രമാണ് ഈ നിലപാടെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് RSPയിലുള്ള നേതാക്കൾക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയിലാകെ തന്നെയും വേറൊരു വികാരമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, RSP ആണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ജനതാദളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നിലപാടുകളും നയങ്ങളുമാണ് തിരുത്തേണ്ടത്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ എപ്പോഴാണോ അവർ സ്വീകരിക്കുന്നത്, ആ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണല്ലോ അവർക്ക് ഇടതുപക്ഷ അതായത് ഡോക്ടർ വർഗീസ് ജോർജ് തന്നെ AKG സെന്ററിന് മുമ്പിൽ വന്ന് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ് എന്ന് പറയുന്ന ദൃശ്യം എൻ്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ LDFിലേക്കാണോ നിങ്ങൾ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്? അതല്ല, അത് അന്ന് ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് വന്ന് പാർലമെന്റ് ഇലക്ഷൻ തെളിയിക്കുകയുണ്ടായി. പക്ഷെ പൊളിറ്റിക്സ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഞങ്ങൾ LDFിലേക്ക് പോകുന്നോ UDF ഇടുമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നികേഷ് എന്നോട് ചോദിച്ചു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓപ്ഷൻസ് ഓപ്പൺ ആണോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓപ്ഷൻസ് ഓപ്പൺ ആണ്. ഡോക്ടർ വർഗീസ് ജോർജ്, സമയക്കുറവുള്ളത് കൊണ്ട് ഞാനൊന്ന് നിർത്തുകയാണ്. വേറെ എന്തെങ്കിലും പറയേണ്ട 1-2 വാചകങ്ങളിൽ? അല്ല നികേഷ്, അപ്പൊ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓപ്ഷൻസ് അടച്ചിട്ടാൽ പിന്നെ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വാല്യൂ നഷ്ടപ്പെടും. ആരാണിപ്പോ അടച്ചിട്ടിരിക്കുന്നത്? ഇല്ല, അല്ല, നിങ്ങൾ ഓപ്ഷൻസ് തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ദുരനുഭവമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സമ്മതിക്കായിക എന്ന് വിലയിരുത്തലുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ മുന്നണി സ്വീകരിച്ചു, അവർക്ക് ഞങ്ങൾ സീറ്റുകൾ തന്നു. പക്ഷെ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടായിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ഇലക്ട്രൽ വിൻ ഉണ്ടായിട്ടില്ല. അത് പരിശോധിക്കാൻ ഒരിക്കലും കുറച്ചുകൂടി മെച്ചപ്പെട്ട പൊളിറ്റിക്സ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുക LDFിൽ നിന്നാണ് എന്നുള്ളൊരു തോന്നല് ഈ MP വീരേന്ദ്രകുമാറിന്റെയും ശ്രേയംസിന്റെയും ഒക്കെ പ്രസംഗങ്ങളിലുണ്ട്. അല്ല, അത് ഐഡിയോളജിക്കലായി ഞങ്ങൾ എപ്പോഴും നാച്ചുറൽ അലൈസ് ആണ്. അത് വേറെ ഒരു കാര്യമാണ്. പക്ഷെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന് വേണ്ടിയാണ് UDFിൽ പോയത്. അത് അവിടെ നടന്നുമില്ല. അതെ. വളരെ നന്ദി ഡോക്ടർ വർഗീസ് ജോർജ്. ഒപ്പം തന്നെ MV ഗോവിന്ദ മാസ്റ്റർ, രാജ്മോഹൻ ഉണ്ണിത്താൻ, സത്യൻ മൊകേരി, NK പ്രേമചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ന്യൂസ് നെറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.